10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം UDFന് ഭരണം കിട്ടിയ ഉടനെ തന്നെ ഒരു കോൺഗ്രസ് MP ചെയ്തത് ഒരു SFI നേതാവിനെ പിടിച്ച് ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനത്തേക്ക് നിയമിച്ചിരിക്കുകയാണ്. നിയമിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിലും ഏറ്റവും അടുത്ത വിശ്വസ്തനും പാർലമെൻറ്റ് അംഗവുമായ ഒരാൾ അതിശക്തമായ ഒരാൾക്ക് വേണ്ടി വാദിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് വേണ്ട എന്ന് പറയാൻ അത്ര പെട്ടെന്ന് കഴിയില്ല. SFIക്കാരിയെ കോൺഗ്രസ് MP ശുപാർശ ചെയ്യില്ല എന്നൊരു വിശ്വാസം നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്ക് വന്നു കാണും. എന്നാൽ കേരളത്തിലെ മുഴുവൻ പ്രവർത്തകർക്കും ഏറ്റവും വലിയ വിഷമമുണ്ടാക്കിയ കാര്യം ആരാണ് ചെയ്തത് എന്ന് എല്ലാ പ്രവർത്തകരും കുറേ ദിവസമായി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴും അത് ഡീൻ കുര്യാക്കോസ് എന്ന ഇടുക്കി MP ആയിരിക്കുമെന്ന് ഒരു കുഞ്ഞു പോലും സ്വപ്നത്തിലും കരുതിയിരുന്നില്ല. പക്ഷേ മുൻ മന്ത്രി K. ബാബു ഒരു ഏകദേശ സൂചന നൽകിയതോടെ ഇടുക്കി MP ആയ ഡീൻ കുര്യാക്കോസ് തന്നെയാണ് തൻ്റെ കുറ്റം സമ്മതിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് ഈ വിവാദ പ്ലീഡർ നിയമനത്തിൽ K. ബാബു വെളിപ്പെടുത്തിയ ആ MP താൻ തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചത് പ്രതിഷേധം ഭയന്നിട്ടായിരിക്കുമെന്ന് ഉറപ്പാണ്. SFI നേതാവായ ഒരു വനിതാ പ്ലീഡർ ജിയോണയുടെ നിയമനത്തിലാണ് ഈ ശുപാർശ നടന്നിരിക്കുന്നത്. അതായത് 10 വർഷം തല്ലുകൊള്ളാനും സമരം ചെയ്യാനും പോയ ആർക്കും ജോലി നൽകാതെ CPMകാർക്കും BJPക്കാർക്കും ജോലി നൽകിയിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ കരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് അന്നേ ഉറപ്പായിരുന്നു. അതിലൊരാളാണ് ഡീൻ കുര്യാക്കോസ് എന്ന് തെളിഞ്ഞിരിക്കുന്നത് പല പ്രവർത്തകരിലും വലിയ വിഷമമുണ്ടാക്കി. കാരണം അദ്ദേഹം പണ്ടത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനം തന്നെ കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴിതാ പ്ലീഡർ നിയമന വിവാദത്തിൽ ഒരു യുവ MPയുടെ ശുപാർശയുണ്ടെന്ന കാര്യം K. ബാബു മുൻ മന്ത്രിയാണ് ആദ്യം വെളിപ്പെടുത്തിയത്. ഇടുക്കി MP ആണ് ഇതിന് പിന്നിലെന്ന് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും വളരെ കൃത്യമായ സൂചന അതിൽ നൽകിയിരുന്നു. കാരണം യുവ MP എന്ന് പറയുമ്പോൾ കേരളത്തിലുള്ളത് ഷാഫി പറമ്പിലും ഹൈബി ഈഡനുമൊക്കെയാണ്. എന്നാൽ ഷാഫി പറമ്പിലോ ഹൈബി ഈഡനോ അല്ല ഈ ശുപാർശ നൽകിയത് എന്ന് മുൻമന്ത്രി ബാബു വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ അതുകൊണ്ട് കഴിയില്ലെന്നും എല്ലാ സന്ദർഭങ്ങളിലും രാഷ്ട്രീയം മാത്രം നോക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ലെന്നും അപേക്ഷകരുടെ യോഗ്യത കൂടി പരിഗണിക്കേണ്ടതുണ്ടെന്നുമൊക്കെ K. ബാബു പറഞ്ഞതാണ്. ഒരു കോൺഗ്രസ് MP തന്നെ ശുപാർശ ചെയ്ത പേരായതിനാൽ മുഖ്യമന്ത്രിയെ മാത്രം ലക്ഷ്യം വെച്ച് ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത് ശരിയല്ല എന്നും ബാബു തുറന്നടിച്ചതോടെയാണ് ഇതിൻ്റെ പിന്നിലെ വ്യക്തിയെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കിയത്. അതോടെ ജിയോണ ജെയിംസിന് വേണ്ടി താൻ ശുപാർശ ചെയ്തിട്ടുണ്ട് എന്ന് ഡീൻ കുര്യാക്കോസ് MP തുറന്ന് സമ്മതിക്കുകയായിരുന്നു. ഇതിൻ്റെ മുൻ SFI പ്രവർത്തകയായ ജിയോണയെ ഗവൺമെൻറ് പ്ലീഡർ സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തത് കോൺഗ്രസിനുള്ളിൽ വലിയ അമർഷത്തിന് കാരണമായതാണ്. VD സതീശൻ പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവാണ് ഈ ഡീൻ കുര്യാക്കോസ് MP എന്നതും വിവാദം മുറുകുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഏതായാലും പ്രവർത്തകർ വിടാതെ ഈ പ്രതിഷേധത്തെ കൊണ്ടുപോയതാണ് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞത്. ഏതായാലും പ്രവർത്തകർ ഇങ്ങനെ വിടാതെ ഈ പ്രതിഷേധത്തെ മുന്നോട്ട് കൊണ്ടുപോയാണ് യഥാർത്ഥ പ്രതിയെ പിടിച്ചത്. ഇത് പല കോൺഗ്രസ് നേതാക്കൾക്കും ഒരു പാഠം തന്നെയാണ്.